മൈൻക്രാഫ്റ്റ് 1.21.5 സ്പ്രിംഗ് ടു ലൈഫ് എന്ന അപ്ഡേറ്റ് ഇറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. സ്പ്രിംഗ് ടു ലൈഫ് അപ്ഡേറ്റിൽ മൈൻക്രാഫ്റ്റിൽ ഓരോ മോബ്സിനും ഓരോ വേരിയൻസ് ലഭിച്ചിട്ടുണ്ട്. അതായത് ഓരോ ബയോ മാറുന്നതനുസരിച്ച് അതിലെ മോബ്സിന് പല വേരിയേഷൻസ് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുമാത്രമല്ല പുതിയ ബ്ലോക്സും ഐറ്റംസും ഗെയിമിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഗെയിമിൻ്റെ ആംബിയൻസ് മൊത്തമായി ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള അപ്ഡേറ്റാണ് സ്പ്രിംഗ് ടു ലൈഫ് അപ്ഡേറ്റിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ബഞ്ച് ഓഫ് ന്യൂ ഫീച്ചേഴ്സും ഗെയിമിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാനൊരു ഹാർഡ് കോർ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഹാർഡ് കോർ എന്താണെന്നും ഈ ഒരു ഹാർഡ് കോർ സീരീസിൽ നിന്ന് ഞാൻ എന്താ ഉദ്ദേശിക്കണതെന്നൊക്കെ ഞാൻ വേൾഡ് ജനറേറ്റ് ചെയ്തിട്ട് പറയാം. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് 1.21.5ലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം ലേറ്റസ്റ്റ് വെർഷനിൽ പല മോഡ്സൊന്നും ഇപ്പോഴും എത്തിയിട്ടില്ല. അതുകൊണ്ട് 1.21.4 തന്നെ കണ്ടിന്യൂ ചെയ്യണം. ലേറ്റർ നമുക്ക് എന്തായാലും 1.21.5ലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഞാൻ എന്തായാലും വേൾഡ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നു. പേര് ഞാൻ ഹാർഡ് കോർ സീസൺ 1 എന്നാണ് കൊടുത്തത്. പ്രത്യേകിച്ച് റാൻഡം സീഡിലാണ് തുടങ്ങുന്നത്. വലിയ മോഡ്സൊന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ എല്ലാം വാനില മൈൻക്രാഫ്റ്റിൽ തന്നെയാണ് വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി എന്നാണ് പറഞ്ഞുതരാം. മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ എന്ന് ഉദ്ദേശിക്കുന്നത് എത്രേ ഉള്ളൂ. നമ്മളെങ്ങാനും മരിക്കുകയാണെങ്കിൽ, ആ ഒരു ഗെയിമിലെങ്ങാനും മരിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് റീസ്പോൺ ആവാനായിട്ട് സാധിക്കില്ല. എത്ര ലൂട്ട് ഉണ്ടായാലും എങ്ങനെയാണെങ്കിലും എങ്ങാനും നിങ്ങൾ ഡെഡ് ആവുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് റീസ്പോണേഷൻ ഇല്ല. ഞാൻ ആ പറയുന്ന സമയം കൊണ്ട് തന്നെ വുഡ് കളക്ട് ചെയ്തിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് സ്റ്റോൺ ടൂൾസിലേക്കൊക്കെ അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. ആ ഭാഗത്ത് തന്നെ കുറച്ച് കോളുണ്ടായ കോളും കൂടി ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ബൈ ദ വേ ഗൈസ്, നമ്മൾ വന്നവഴിയിൽ ഒരു ഷിപ്പ് റെക്ക് ഉണ്ടായി. അവിടെ നിന്ന് കുറച്ച് പൊട്ടാറ്റോയും പിന്നെ ഒരു ആർമർ ട്രിമ്മിങ് എന്തോ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ബെറിയുടെ ട്രഷർ മാപ്പും കൂടെ കിട്ടിയിട്ടുണ്ടായി. നമുക്കിവിടെ ഒരു ഷീപ്പ് ഉണ്ടായി. നമ്മുടെ ഹെൽത്ത് ഏകദേശം ഹങ്കർ ഏകദേശം കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഫുഡ് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം ഐലൻഡാണ്. ഇവിടെ ഒരു ഓഷ്യൻ്റെ നടുക്കൊരു ഐലൻഡ് പോലെയാണ് നമ്മൾ സ്പോൺ ആയിരിക്കുന്ന സ്ഥലം. ഇനി മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ അതല്ലാതെ കുറച്ച് ഫുഡ് ഗ്യാദർ ചെയ്യാനായിട്ടുണ്ട്. ഫുഡ് നമുക്ക് കുറേ ഒന്ന് ഗ്യാദർ ചെയ്തിട്ട് നമുക്ക് ബാക്കി എക്സ്പ്ലോറേഷനിലേക്ക് പോവാം. വന്ന വഴിയിൽ കുറച്ച് പിഗ് ഉണ്ട്. പിഗിനെ എല്ലാത്തിനെയും കൊല്ലണം. നമുക്ക് ഫുഡ് ആവശ്യമാണ്. കുറേ പിഗ് ഉണ്ട്. എല്ലാത്തിനെയും നമുക്കൊന്ന് പെട്ടെന്ന് കൊല്ലണം. ലെതറിന് വേണ്ടി നമുക്ക് കുറച്ച് ഹോൾസ് ഉണ്ട്. അവരെ കൂടെ നമുക്ക് കൊല്ലണം. ഗൈസ് ഫൈനൽ നമുക്ക് കുറച്ച് ഷീപ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബെഡ് ഭയങ്കര ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് ഷീപ്പിനെ കൂടെ തീർക്കണം. ഞാൻ എന്തായാലും ആവശ്യത്തിനുള്ള ആൾക്കാരെ കൊന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡിനുള്ള ക്ഷാമം ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. ഏതായാലും സ്മോക്കർ ഒന്ന് ക്രാഫ്റ്റ് ചെയ്യണം. സ്മോക്കർ ക്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ഫുഡെല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഗായ്സ് അങ്ങനെ ഡേ ഏകദേശം എൻഡ് ആവാൻ പോവാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും ബെഡ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നൈറ്റ് സ്കിപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്തായാലും ബെഡ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഡേ ഏകദേശം എൻഡ് ആവാൻ പോവാണ്. ഗായ്സ് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അച്ചീവ്മെൻറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ആവശ്യത്തിനുള്ള എല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫുഡായിട്ടുണ്ട്. അങ്ങനെ ആവശ്യത്തിനുള്ള എല്ലാം ലൂട്ടായിട്ടുണ്ട്. നമുക്കിനി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. നമ്മുടെ ഇവിടെയുള്ള വേൾഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഷിപ്പ് വർക്കിൽ നിന്ന് നമുക്കൊരു ബെറിയുടെ ട്രഷർ മാപ്പ് കിട്ടിയിട്ടുണ്ടായി. ഇതെങ്ങനെ നോക്കണ്ടതെന്ന് എനിക്ക് അറിയില്ല. കാരണം ഈ ജാവ എഡിഷൻ ഞാൻ കയറ്റിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച പോലും തികഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഈ ഒരു ബെറി ട്രഷർ മാപ്പ് എങ്ങനെ നോക്കണ്ടതെന്ന് അറിയില്ല. ഞാൻ ഇതിനു മുമ്പ് ഈ ഒരു മൈൻക്രാഫ്റ്റ് ഫോണിൽ കളിച്ചിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ ഈ ഹാർഡ് കോർ കയറ്റിയേക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ആവശ്യമുള്ള എല്ലാം എടുത്തുകൊണ്ട് ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോയേക്കാണ്. ഈ ഒരു ഹാർഡ് കോർ സീരീസ് ഞാൻ ഇത്രമാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ മൈൻക്രാഫ്റ്റ് ഗെയിമിനെ പറ്റി കൂടുതൽ പഠിക്കുക. അതുമാത്രമല്ല ഈ ഒരു സീരീസിലൂടെ എനിക്ക് മാക്സിമം ബിൽഡ് എങ്ങനെയെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതിൻ്റെ ക്രിയേറ്റിവിറ്റി എനിക്കൊന്ന് ഇൻക്രീസ് ചെയ്യണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഫസ്റ്റ് എപ്പിസോഡിൽ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. നമുക്ക് ഈ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ഫുൾ സെറ്റ് ഓഫ് അയൺ ആർമറും ഈ വീഡിയോ എൻ്റെ ആവുന്നതിന് മുമ്പ് ഒരു സ്റ്റാർട്ടർ ബേസും സെറ്റ് ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ എന്തായാലും ഫർദർ എക്സ്പ്ലോർ ചെയ്യാൻ പോയേക്കാണ്. നമുക്ക് എന്തായാലും നല്ലൊരു സ്പോട്ട് കണ്ടുപിടിക്കണം ബേസ് വരാനായിട്ട്. ഞാനിങ്ങനെ പോയി അത്യാവശ്യം നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓഷ്യനും റിവറും എല്ലാം ചേരുന്ന ഒരു ചെറിയൊരു ലാൻഡ്. അപ്പോൾ എനിക്ക് ആ സ്ഥലം ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഞാൻ അവിടുത്തെ ട്രീയൊക്കെ മൊത്തം മുറിച്ച് ആ സ്ഥലം ക്ലീൻ ചെയ്യാനായിട്ട് പോയി. ഗൈസ് ഞാനങ്ങനെ ചെറിയ രീതിയിലൊക്കെ ആ ഭാഗം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം 2-3 സ്റ്റാക്കോളം ഫുഡ് കിട്ടിയിട്ടുണ്ട്.
എൻ്റെ ഉള്ള ബെഡും ഫർണസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇൻവെൻട്രി ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത് ചെറിയതായിട്ടൊന്നൊരു കുഴി വെട്ടിയിട്ട് അവിടെ ഞാൻ ഒരു മൈനിങ് ഏരിയ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് പെട്ടെന്ന് അയൺ ആർമറിലേക്കും ടൂൾസിലേക്കൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ളതാണ്. പിന്നെ വേറെ പറയാനായിട്ടുള്ളത്, ഞാൻ എന്തായാലും ചെറിയൊരു ഫുഡ് സോഴ്സ് ഉണ്ടാക്കാൻ പോയിട്ടുണ്ടായി. എൻ്റെ ഉള്ള സീഡ് വെച്ചിട്ട് ഞാനൊരു ചെറിയ ഫുഡ് സോഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായി. കൂടാതെ കുറച്ച് പൊട്ടാറ്റോ ഉണ്ടായി, ഷിബ്രക്ക് കിട്ടിയതാണ്. കുറച്ച് പൊട്ടാറ്റോ കൂടെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡയറക്റ്റ് പോയത് മൈൻ ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ എന്തായാലും ഏറ്റവും സേഫസ്റ്റ് മെത്തേഡായിട്ടുള്ള മൈനിങ് ആണ് ചെയ്തത്. കാരണം എനിക്ക് കേവിങ്ങിൽ പോയിട്ട് മൈൻ ചെയ്യാൻ വലിയ ചെറിയ മടിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എന്തായാലും മൈൻ ചെയ്യാൻ പോയി. അങ്ങനെ മൈൻ ചെയ്തുകൊണ്ട് ഞാൻ നേരെ എത്തിയതൊരു അമത്തിസ്റ്റ് ജിയോഡിലേക്കാണ്. അവിടെ നോക്കുമ്പോൾ ഈ ഒരു വൈറ്റ് കളർ കാലിസൈറ്റ് എന്ന് പറഞ്ഞ ബ്ലോക്ക് ഉണ്ട്. ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിന് അത്യാവശ്യം നല്ല കിടിലും ബ്ലോക്കാണ്. ഞാൻ എന്തായാലും അവിടെ നിന്ന് മൊത്തം ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ഈ ഒരു ബ്ലോക്ക് അത്യാവശ്യം ഇഷ്ടമുള്ള ബ്ലോക്കാണ്. അതുകൊണ്ട് ഞാൻ ഈ സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കലും ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും ആ ഒരു ബ്ലോക്ക് മൊത്തം എടുക്കാമെന്ന് വിചാരിച്ച്. ഗൈസ്, ഞാൻ എന്തായാലും അവിടെയുള്ള മൊത്തം എടുത്തിട്ടുണ്ട്. മൊത്തം എടുത്തിട്ടില്ല, എന്നാലും അത്യാവശ്യമൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും വന്ന് എടുക്കാമെന്നുള്ളൂ. ഞാനങ്ങനെ സ്റ്റെപ്പ് മൈൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഡയറക്റ്റ് വന്ന് എത്തിയത് കുറച്ച് ഡയമണ്ടിൻ്റെ അടുത്തേക്കാണ്. എനിക്ക് ഏകദേശം 4 ഡയമണ്ടോളം ആ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായി. നമ്മുടെ ഈ ഒരു ഹാർഡ് കോർ സീരീസിലെ ഫസ്റ്റ് ഡയമണ്ടാണത്. അതെന്തായാലും അത്യാവശ്യം നല്ലൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായത്. ഗൈസ്, നമുക്കിനി അടുത്ത് ചെയ്യേണ്ടത് സ്റ്റാർട്ടർ ബേസിനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ്. സ്റ്റാർട്ടർ ബേസ് ഈ ഒരു എപ്പിസോഡിൻ്റെ അവസാനത്തോടെ നമുക്ക് വെക്കണം. ഞാൻ എന്തായാലും ഫസ്റ്റ് ചെയ്ത് ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് ടെറഫോം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ ഞാൻ എന്തായാലും ടെറഫോം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ റിസോഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഓൾറെഡി ആവശ്യത്തിനുള്ള എല്ലാ റിസോഴ്സും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരു ഡിസൈൻ ഓർത്ത് വെച്ചിട്ടുണ്ട്. ആ ഡിസൈൻ ഞാൻ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസോഴ്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്കൊരു സ്പ്രൂസ് ലോഗും കൂടെ ആവശ്യമുണ്ട്. സ്പ്രൂസ് ലോഗ് ഇനി എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കണം. പക്ഷേ എന്തോ ഭാഗത്ത് നമ്മുടെ ബേസിന് തൊട്ടടുത്ത് തന്നെ സ്പ്രൂസിൻ്റെ ബയോം കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സ്പ്രൂസിൻ്റെ ഫോറസ്റ്റ് ആണ്. അവിടെ പോയിട്ട് കുറച്ച് സാപ്ലിംഗ് എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് സ്പ്രൂസിൽ ലോഗ് ഒപ്പിക്കണം. പിന്നെ ഞാൻ കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് ടൈഗർ ബയോം കണ്ടുപിടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായി. കാരണം നമുക്ക് കുറച്ച് മോസി കോബിൾ സ്റ്റോൺ എങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ച് പോയതാണ്. അപ്പോൾ ഇങ്ങനെ പോണ വഴിക്ക് ജസ്റ്റ് ഞാൻ കണ്ടുപിടിച്ചത് ഒരു വില്ലേജാണ്. നമ്മുടെ ബേസിൻ്റെ കുറച്ച് ദൂരമേ ഉള്ളൂ. കുറച്ച് ദൂരത്തിനടുത്ത് തന്നെ ആയിട്ടൊരു വില്ലേജ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തായാലും വന്ന വഴിക്ക് ഞാൻ എന്തായാലും കുറച്ച് ക്യാരറ്റ് കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ കയറി നോക്കാനായിട്ട് പോയി. അവിടെ കുറച്ച് ചെസ്റ്റൊക്കെ ഉണ്ടായി. ചെസ്റ്റിൽ നിന്ന് അത്യാവശ്യം വലിയ ലൂട്ടൊന്നും കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ച് ലൂട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായി. ഞാൻ എന്തായാലും അവിടുത്തെ കുറച്ച് റിസോർട്സ് എടുത്തിട്ട് തിരിച്ച് പോവുകയാണ്. ഗൈസ്, നമുക്കങ്ങനെ ആവശ്യത്തിനുള്ള എല്ലാം ആയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള എല്ലാ റിസോഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഒരു ടൈം ലാപ്സിലേക്ക് പോകാം. ആ ടൈം ലാപ്സിനുള്ളിൽ നമ്മൾ സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കുന്നതായിരിക്കും.
ഗൈസ് തന്നെ കുറേ നേരത്തിന് ശേഷം നമ്മളിതാ നമ്മുടെ ബേസ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബേസ് മാത്രമല്ല, ഞാൻ കുറച്ച് എക്സ്റ്റീരിയർ വർക്കായിട്ട് കുറച്ച് പൂളും പിന്നെ ഒരു കസ്റ്റം ട്രീ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും നമ്മുടെ ഈ ഒരു ഫാം എന്ന് വെച്ചാൽ ഇവിടെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ വലിയൊരു കസ്റ്റം ട്രീ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ബേസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ താഴെ കമൻറ്റിൽ പറയാം ഗൈസ്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ ചെറിയൊരു കിച്ചൺ പോലെ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്മോക്കർ വയ്ക്കാൻ വേണ്ടിയാണ്, കാരണം അകത്ത് വലിയ സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ബാരൽ നമ്മുടെ കിട്ടുന്ന ഫുഡൊക്കെ വെക്കാനായിട്ട് സ്ഥലം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഏകദേശം നൈറ്റ് അവർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അകത്ത് കയറിയിട്ട് അകത്ത് എന്തൊക്കെ സെറ്റ് ചെയ്തതെന്ന് പറയാം. പിന്നെ ഇവിടെ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ മൊത്തം ബാരലും പിന്നെ കുറച്ച് ജസ്റ്റൊക്കെയാണ്. പിന്നെ ചെറുതായിട്ട് കുറച്ച് ചെയറൊക്കെ പോലത്തെ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതാണ് നൈറ്റിലെ വ്യൂ. നൈറ്റിൽ ഞാൻ 2-3 ലാൻഡേൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ലാൻഡ് ഭയങ്കര എക്സ്പെൻസീവാണ്. നമ്മുടെ അയണൊക്കെ തീർന്നിട്ടുണ്ട് ഗൈസ്. ഇനി കുറച്ച് അയൺ മൈൻഡ് ചെയ്യാനായിട്ട് പോകണം അടുത്ത എപ്പിസോഡ് ആകുമ്പോഴത്തേക്കും. ഗൈസ് ഈ സ്റ്റെപ്പ് കയറി പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ ബെഡ്റൂമിലേക്കാണ് പോണത്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഡേ കൂടെ സ്കിപ്പ് ചെയ്യാണ്. ഇതാണ് നമ്മുടെ ബെഡ്റൂം. വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ ഈ ഡയറക്റ്റ് നേരെ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ലാഡർ ഉണ്ട്. ഞാൻ ഈ ലാഡർ സെറ്റ് ചെയ്ത് വെക്കുന്നത് നേരെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വാച്ച് ടവറാണ്. വാച്ച് ടവർ എന്ന് പറയുമ്പോൾ അത്രയും വലിയ വാച്ച് ടവർ ഒന്നും അല്ലെങ്കിൽ ഒരു ചെറിയ വാച്ച് ടവർ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മേളിൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പുറത്തെടുക്കുന്ന കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അത്രയൊക്കെയാണ് ഞാൻ ഈ ഒരു ബേസ് സെറ്റ് ചെയ്തേക്കുന്നത്. സ്റ്റാർട്ടർ ബേസ് മാത്രമാണ്. നമുക്ക് പയ്യെ റിസോർട്സൊക്കെ സെറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ല കിടിലം ബേസൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ തൽക്കാലത്തേക്ക് വേണ്ടിയാണ് ഈ ഒരു ബേസ് സെറ്റ് ചെയ്യുന്നത്. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത എപ്പിസോഡ് കാണാൻ എല്ലാവർക്കും ബൈ. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ എല്ലാവരും നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക ഗൈസ്.